നമസ്കാരം. പ്രാദേശിക വാർത്തകൾ. ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മാർവൽ ഏജൻസീസ് തൃശൂർ റോഡ്, ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുടയിലെ സമ്പൂർണ്ണ ഡിജിറ്റൽ ഹബ് മൊമെന്റ് സൂപ്പർ ഷോപ്പിംഗ് ഡാന ഇരിങ്ങാലക്കുട. ഇരിങ്ങാലക്കുട രൂപതാതിർത്തിക്കുള്ളിലെ മാധ്യമ പ്രവർത്തകരുടെ സംഗമം രൂപതാ ഭവനിൽ രൂപതാ ബിഷപ്പ് മാർ പോളി കണ്ണൂക്കാടൻ ഉദ്ഘാടനം ചെയ്തു. രൂപതാ വികാരി ജനറൽമാരായ മോൺസിഞ്ഞോർ ജോസ് മാളിയേക്കൽ, മോൺസിഞ്ഞോർ വിൽസൺ ഈരത്തറ, മോൺസിഞ്ഞോർ ആൻഡ്രു ആലപ്പാടൻ, രൂപതാ PRO ഫാദർ ജിനു മാളക്കാരൻ, അസോസിയേറ്റ് PRO ജോസ് തളിയത്ത്, ദീപിക സീനിയർ സബ് എഡിറ്റർ സെബി മാളിയേക്കൽ എന്നിവർ പ്രസംഗിച്ചു. ആ ലക്ഷ്യത്തോടു കൂടിയാണ് നമ്മളെല്ലാവരും പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് അങ്ങനെ പ്രവർത്തിക്കുന്ന, സത്യത്തിനും സമൂഹ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കുന്ന നിങ്ങളോടൊപ്പം ഒരുമിച്ച് വർഷത്തിൽ ഒരിക്കൽ ഈ വേദി പങ്കിടാൻ എനിക്ക് സന്തോഷമാണ്. കാരണം നിങ്ങളും സഭയും ഒക്കെ ലക്ഷ്യം വയ്ക്കുന്ന ഇത് തന്നെയാണ്. അതുകൊണ്ട് മറക്കരുത്, മാധ്യമങ്ങൾ ഒരു വാർത്താ വിനിമയ ഉപാധി മാത്രമല്ല, മറിച്ച് ജനാധിപത്യത്തിൻ്റെ കാവൽക്കാരാണ്. ജനാധിപത്യത്തെ നിലനിർത്താൻ മാധ്യമങ്ങൾക്ക് ഒരുപാട് പങ്കുണ്ട്. അതുപോലെ തന്നെ പ്രധാനപ്പെട്ടതാണ് സമൂഹത്തിൻ്റെ മനസാക്ഷിയാണ്. അപ്പോൾ ഇവിടെ പ്രസംഗത്തിലും ആശംസകളിലൊക്കെ പറഞ്ഞതുപോലെ ഇപ്പോൾ സമൂഹത്തിൻ്റെ മനസാക്ഷിയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിനെ കൃത്യമായിട്ട് വിവേചനത്തോടുകൂടെ വാർത്തകൾ നിങ്ങളത് ചെയ്യുന്നവരാണ്. അതിൽ സന്തോഷമുണ്ട്. അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരെയും ഞാൻ അഭിനന്ദിക്കുകയാണ്. നിങ്ങളുടെ സേവനം ഇനിയും വിലപ്പെട്ടതാണെന്നുള്ള കാര്യം മറക്കരുത്. യശശരീരനായ പത്മഭൂഷൺ ഗുരു അമ്മന്നൂർ മാധവ ചാക്യാരുടെ അദ്ദേഹത്തിൻ്റെ കുടുംബഭൂമിയിൽ നിന്നും എടുത്ത മണ്ണ് ഉപയോഗിച്ച് മണൽ ചിത്രത്തിൽ വരച്ച ഛായാചിത്രം അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലത്തിന് സമർപ്പിച്ചു. പ്രമുഖ മണൽ ചിത്രകാരനും രത്നക്കല്ലുകൾ ഉപയോഗിച്ച് ചിത്രങ്ങൾ നിർമ്മിക്കുന്ന ഡോക്ടർ ബാബു എടക്കുന്നിയാണ് ഛായാചിത്രം വരച്ചത്. അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലത്തിൽ നടന്നുവരുന്ന ഗുരുസ്മരണ കൂടിയാട്ട മഹോത്സവത്തോടനുബന്ധിച്ച് നടന്ന ചടങ്ങിൽ തോട്ടാപ്പള്ളി വേണുഗോപാലമേനോൻ ഛായാചിത്ര സമർപ്പണം നിർവഹിച്ചു. ഡോക്ടർ KN പിഷാരടി സ്മാരക കഥകളി ക്ലബ് പ്രസിഡന്റ് രമേശൻ നമ്പീശൻ ആമുഖ പ്രഭാഷണം നടത്തി. ഛായാചിത്രം വരച്ച ഡോക്ടർ ബാബു എടക്കുന്നിയെ വേണുജി, അമ്മന്നൂർ കുട്ടൻ ചാക്യാർ എന്നിവർ ചേർന്ന് ആദരിച്ചു. അമ്മന്നൂർ ഗുരുകുലം ട്രഷറർ കലാമണ്ഡലം നാരായണൻ നമ്പ്യാർ സ്വാഗതവും പ്രസിഡന്റ് കലാമണ്ഡലം രാജീവ് നന്ദിയും പറഞ്ഞു. ചിത്രം വരയ്ക്കാൻ കിട്ടിയ സന്ദർഭത്തിൽ നന്ദി അറിയിച്ചിരുന്നു. ഇതിൽ പ്രധാന കഥ യാദൃശ്ചികമല്ലാട്ടോ ഈ ചിത്രം ചെയ്യാൻ എന്നെ പ്രേരിപ്പിച്ചത്. സന്ദർഭവശാൽ യാദൃശ്ചികമാണ്. അതായത് വേണുഗോപാൽ മേനോൻ സാറിനെ നമ്മൾ പരിചയപ്പെടുന്നത് ഈ അടുത്ത കാലത്ത് നമ്മുടെ പാറമക്കാവ് അമ്പലത്തിന് വേണ്ടി മണൽക്കുട എന്നുള്ള പുതിയ ആശയം വെച്ചപ്പോൾ ഞാനത് ചെയ്യാൻ ഏറ്റെടുത്തു. ആ ചിത്രം ചമയ പ്രദർശനത്തിന് ഈ കുട അവിടെ വെച്ചപ്പോൾ സാറ് അത് കാണാമെന്നിരുന്നു. അപ്പോൾ അതിൽ ദേവിയുടെ ഒരു ഡയമണ്ട് കൊണ്ടുള്ള ചിത്രം സെൻട്രൽ കുടയിൽ ചെയ്തിരുന്നു. അപ്പോൾ ആ ചിത്രം കണ്ടപ്പോൾ ഞാൻ സാറിൻ്റെ അടുത്ത് പറഞ്ഞു, നമുക്ക് ഇതല്ല, എനിക്ക് എൻ്റെ ദൈവം എന്ന് പറയുന്നത് ഗണപതിയാണ്, ഗണപതിയുടെ ചിത്രം ചെയ്തുകൂടെ എന്ന് പറഞ്ഞപ്പോൾ സത്യം പറയുകയാണെങ്കിൽ ഗണപതിക്ക് കുറിക്കാതെ ഞാൻ ഇന്നേ ഒരു ചിത്രവും ഞാൻ ചെയ്തിട്ടില്ല. ഗണപതി കുറിക്കാണ്ട് ഒരു പടത്തിൽ ഞാൻ ഗണപതി കുറിക്കാണ്ട് ഒരു ചിത്രം ഇന്നവരെ ചെയ്തിട്ടില്ല. ഈവൻ നമ്മുടെ ഒല്ലൂര് ഏവ്രാസ്യമ്മയുടെ ചിത്രം ചെയ്യാനായിട്ട് ഞാൻ അവിടെ ചെന്നപ്പോൾ അവരവിടെ ഏവ്രാസ്യമ്മയുടെ വീട്ടിലെ മണ്ണൊക്കെ എടുത്ത് തന്നു. ബിഷപ്പുണ്ട്, അന്നൊരു ഫാദർ, ഇതെല്ലാവരും ഉണ്ട്. എന്നാൽ ചടങ്ങിൽ വെച്ചിട്ട് ഉദ്ഘാടനം ബിഷപ്പായിരുന്നു. അപ്പം എന്നോട് പറഞ്ഞു ചിത്രം ഉദ്ഘാടനം ചെയ്യാൻ. ഞാൻ പറഞ്ഞായിരുന്നു, അത് എനിക്ക് എന്നെ സംബന്ധിച്ച് ഉദ്ഘാടനം അതല്ല, എന്നെ സംബന്ധിച്ച് ചിത്രത്തിൽ ഗണപതിയുടെ ഒരു ചെറിയൊരു സ്തോത്രം ചെയ്യണം. അപ്പോൾ ഞാൻ ഇസാഫ് ബാലജ്യോതി കാവൽ തൂഫാൻ ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഇരിങ്ങാലക്കുടയിൽ സ്വീകരണം നൽകി.
ഓപ്പറേഷൻ തൂഫാൻ പദ്ധതിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ചിട്ടുള്ള ലഹരി വിരുദ്ധ ക്യാമ്പയിന് ഇരിങ്ങാലക്കുട സെന്റ് മേരീസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നൽകിയ സ്വീകരണം നഗരസഭ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പ്രവീൺ ഞാറ്റുവെട്ടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ഹെഡ്മിസ്ട്രസ് റീജ ജോസ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരിങ്ങാലക്കുട SI മനോജ് AN മുഖ്യാതിഥിയായിരുന്നു. മുനിസിപ്പൽ കൗൺസിലർ ജോസഫ് ചാക്കോ, ഇസാഫ് ഫൗണ്ടേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ വിൽസൺ P, PTA പ്രസിഡന്റ് അജോ ജോൺ, ആഗ്ന ടെന്നി, ജിത V, ഷൈനി ജോസ്, അമൽ KA എന്നിവർ പങ്കെടുത്തു. അതുപോലെ തന്നെ ഈ ഇന്നത്തെ നാടിൻ്റെ വിപത്ത് എന്ന് കാണുന്ന ഈ മയക്കുമരുന്നും അതുപോലുള്ള സിന്തറ്റിക് ഡ്രഗ്സുകൾ നിർത്തുന്നതിന് വേണ്ടി തുഫാൻ ഓപ്പറേഷൻ തുടങ്ങിയിട്ട് ഈ സർക്കാർ വന്നതിന് ശേഷം തുടക്കം കുറിച്ച് അതിൻ്റെ ആ വിപത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ് ഈ ഒരു വലിയൊരു മഹത്തായ ഈ പ്രവൃത്തി സർക്കാർ നടപ്പിലാക്കുന്നത്. വലിയൊരു കാര്യങ്ങൾ ഈ സ്കൂളിൽ നിന്ന് തുടക്കം കുറിക്കുകയാണ്. അപ്പോൾ ഇതിന് എല്ലാ വിധത്തിലുള്ള സഹകരണം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുനിന്നും, കുട്ടികളുടെ ഭാഗത്തുനിന്ന്, ടീച്ചേഴ്സിന്റെ ഭാഗത്തുനിന്ന്, PTA ഭാഗത്തുനിന്ന്, എല്ലാവരുടെ ഭാഗത്തുനിന്നുള്ള സഹകരണം ഉണ്ടായാലാണ് നമുക്ക് ഈ ഓപ്പറേഷൻ ഈ തുഫാൻ എന്ന ഒരു ബൃഹത് പദ്ധതി വിജയകരമായി നമുക്ക് നടപ്പിലാക്കാൻ കഴിയുള്ളൂ. ഇപ്പൊ അറിയാം, നിങ്ങൾ പത്രങ്ങളിൽ വായിച്ചു കേട്ടിട്ടുണ്ടോ, പല വ്യക്തികളെയും ഇതുമായി ബന്ധപ്പെട്ട് കേസിൽ അകപ്പെടുകയും ശിക്ഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മുടെ സ്കൂളുകളുടെ പരിസരത്തും അതുപോലെ വിവിധ സ്കൂളുകളുടെ പരിസരങ്ങളിലും കടകളിലുമായി നമ്മളെ മാറി വിളിച്ചുകൊണ്ട് ഇരിക്കുന്ന പല വ്യത്യസ്തമായ രീതിയിലാണ് ഇന്ന് മയക്കുമരുന്നുകൾ നമ്മുടെ വിപണിയിലെത്തുന്നത്. അതിനെല്ലാം തുടച്ചു മാറ്റുന്നതിന് വേണ്ടിയാണ് ഈ ഒരു പ്രയത്നം. നമ്മളെല്ലാവരുടെ ഭാഗത്തുള്ള സഹകരണം ഉണ്ടാകണം. CPI ഇരിങ്ങാലക്കുട മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച PK കുമാരൻ അനുസ്മരണ സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് TK സുധീഷ് ഉദ്ഘാടനം ചെയ്തു. CPI ജില്ലാ നിർവാഹക സമിതി അംഗം P മണി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ K ശ്രീകുമാർ, അഡ്വക്കേറ്റ് PJ ജോബി, മിഥുൻ പോട്ടക്കാരൻ എന്നിവർ പ്രസംഗിച്ചു. CPI മണ്ഡലം സെക്രട്ടറി NK ഉദയപ്രകാശ് സ്വാഗതവും KS പ്രസാദ് നന്ദിയും പറഞ്ഞു. ഇങ്ങനെ രണ്ട് ജാതികൾക്കകത്തും ഒരു ചെറുതല്ലാത്ത പ്രശ്നങ്ങളും അതുപോലെ തന്നെ വിപ്ലവങ്ങളും സൃഷ്ടിച്ചുകൊണ്ടാണ് സഖാവ് PK കുമാരനും അതുപോലെ തന്നെ ശാരദ കുമാരനും വിവാഹിതരായി. അപ്പോൾ സ്വന്തം ജീവിതത്തിലൂടെ താൻ മുന്നോട്ട് വയ്ക്കുന്ന ആശയങ്ങൾ, താൻ മുന്നോട്ട് ജനങ്ങളുടെ ഇടയിൽ താൻ പ്രചരിപ്പിക്കുന്ന ആദർശങ്ങൾ, ആ ആദർശങ്ങൾ സ്വന്തം ജീവിതത്തിൽ പകർത്തുന്നതിന് വേണ്ടിയിട്ട് യാതൊരുവിധ മടിയും കാണിക്കാതെ അത് ജനങ്ങൾക്ക് മുമ്പിൽ അത് തുറന്നു കാണിച്ച ഒരു നേതാവാണ് സഖാവ് PK കുമാരൻ എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകത. അദ്ദേഹം SNDPയുടെ ഇവിടുത്തെ താലൂക്ക് യൂണിയൻ പ്രസിഡന്റായി. ആ കാലഘട്ടത്തിൽ നമ്മുടെ ഈ കേരളത്തിൽ SNDP യൂണിയനുകളുടെയൊക്കെ പ്രസിഡന്റുമാരായിരുന്നത് കമ്മ്യൂണിസ്റ്റുകാരായിരുന്നു. കൊടുങ്ങല്ലൂർ താലൂക്ക് യൂണിയന്റെ പ്രസിഡന്റായിരുന്നത് സഖാവ് TN കുമാരനായി. അതുപോലെ തന്നെ കൊച്ചി സംഘടന SNDP സംഘടനാ സെക്രട്ടറി ആയിരുന്നത് സഖാവ് P ഗംഗാധരനായിരുന്നു. കുട്ടമ്പുളം സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നായകന്മാരിൽ ഒരാളാണ് സഖാവ് P ഗംഗാധരൻ. സഖാവ് P ഗംഗാധരന്റെ സ്വാധീനം നമ്മുടെ ഈ കൊച്ചിയിലെ SNDP യൂണിയനിൽ ഉണ്ടായിരുന്നു. അതുകൊണ്ട് കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള നിരവധി ആളുകൾ SNDPയുടെ നേതൃത്വതലത്തിൽ പ്രവർത്തിക്കുന്നതായിട്ടുള്ള. ഇരിങ്ങാലക്കുട അമ്മന്നൂർ ചാച്ചു ചാക്യാർ സ്മാരക ഗുരുകുലത്തിലെ മാധവ നാട്യഭൂമിയിൽ നടന്നുവരുന്ന ദശരൂപകോത്സവത്തിന്റെ 7ാം ദിവസം നാടകങ്ങളിൽ പ്രധാനപ്പെട്ട സുഭദ്ര ധനഞ്ജയം കൂടിയാട്ടം അരങ്ങേറി. വിദൂഷകന് ഏറെ പ്രാധാന്യമുള്ള ധനഞ്ജയം 1ാം അംഗത്തിലെ 3ാം ദിവസത്തെ കൂടിയാട്ടമാണ് അരങ്ങേറിയത്. സൗന്ദര്യം സുകുമാരത എന്ന ശ്ലോകത്തോടെയാണ് കൂടിയാട്ടം ആരംഭിച്ചത്.
വിദൂഷകനായി ഗുരു അമ്മന്നൂർ കുട്ടൻ ചാക്യാരും അർജുനനായി സൂരജ് നമ്പ്യാരും രംഗത്തെത്തി. കൂടിയാട്ട അവതരണത്തിന് മുൻപ് ദശരൂപകങ്ങളിലെ നാടകങ്ങൾ ശാസ്ത്രവും അരങ്ങും എന്ന വിഷയത്തിൽ മായ നെല്ലിയോട് പ്രഭാഷണം നടത്തി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.